പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 13-ാം തിരുവചനം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭാമക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. എന്താണ് പകലിന് യോജിച്ച വിധം പെരുമാറുക? പകല് പ്രകാശമുണ്ട്. പ്രകാശം ആരാണ് പ്രകാശം? 1 യോഹന്നാൻ 1:5 ദൈവം പ്രകാശമാകുന്നു. അപ്പോൾ പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാമെന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ദൈവത്തിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം എന്ന് തന്നെയാണ്. ദൈവത്തിന് യോജിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന് യോജിക്കുന്നത് ദൈവം പറഞ്ഞ കൽപ്പനകൾ അനുസരിച്ചുള്ള ജീവിതമാണ്. ദൈവം തമ്പുരാന് യോജിച്ച വിധം നമ്മൾ പെരുമാറുന്നത്. എന്താണ് കർത്താവ് ഈശോ മിശിഹ നമുക്ക് നൽകിയ കൽപ്പന? ഒരേ ഒരു കൽപ്പനയാണ് കർത്താവ് ഈശോ മിശിഹ ആദ്യം നമുക്ക് നൽകുന്നത്. അന്ത്യത്താഴവേളയിൽ ഒരു കൽപ്പന നൽകി. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക എന്ന സ്നേഹത്തിൻ്റെ കൽപ്പന. ഇതിന് ശേഷം കർത്താവ് ഈശോ മിശിഹ ഒരു കൽപ്പനയും കൂടെ നൽകി. ഉദ്ധാനം ചെയ്തു പോകാൻ നേരത്ത് സ്വർഗാരോഹണത്തിന് തൊട്ട് മുൻപ് ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനതകളെയും ശിഷ്യപ്പെടുത്തണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം കൊടുക്കണം. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കണം. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന്. ഇതും വലിയൊരു കൽപ്പനയാണ്. അത് ശിഷ്യന്മാർക്ക് മാത്രം കൊടുത്ത കൽപ്പനയല്ല. ശിഷ്യന്മാരിലൂടെ സഭയുടെ രൂപീകരണം ഉണ്ടായപ്പോഴും ആ സഭയിലുള്ള ഓരോ മക്കളും മാമോദിസ എന്ന കുദാശയിലൂടെ തിരുസഭയിലെ അംഗമായി മാറ്റപ്പെട്ട ഓരോ മക്കളുടെയും ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ കൂടിയാണത്. അപ്പോൾ ഇവിടെ പറയുന്നത്, പകലിന് യോജിച്ച വിധം ഒരു വ്യക്തി പെരുമാറണമെങ്കിൽ കർത്താവ് പറഞ്ഞ കൽപ്പനകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട്, മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട്, മറ്റുള്ളവരെ അംഗീകരിച്ചുകൊണ്ട്, മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് പകലിന് യോജിച്ച വിധമുള്ള പെരുമാറ്റമായി മാറുന്നത്. അല്ലെങ്കിൽ ഇരുട്ടിലാണ്, അന്ധകാരത്തിലാണ്. ഇവിടെ എന്നിട്ട് പറയണം പകലിന് യോജിച്ച് നമുക്ക് പെരുമാറാം. അടുത്തത് സുഖലോലുപതയിലോ. ഇന്ന് സുഖലോലുപനായി ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ്റെ നട്ടോട്ടം. ഏതെല്ലാം മേഖലകളിൽ നമ്മുടെ ജഡത്തെ, നമ്മുടെ ശരീരത്തെ സുഖിപ്പിക്കാമോ ആ മേഖലകളിലേക്കെല്ലാം മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് സുഖലോലുപത. ഈ വചനം സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സെൻ്റ് അഗസ്റ്റിൻ മാനസാന്തരപ്പെട്ടത് ഈ ഒരു വചനം വായിച്ചാണ്. ഇന്ന് വൈദികർക്കൊക്കെ പഠിക്കാനായിട്ടുള്ള പഠിക്കുന്ന സെമിനാരികളിലൊക്കെ സെൻ്റ് അഗസ്റ്റിൻ്റെ ഒത്തിരി ദൈവശാസ്ത്ര പുസ്തകങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ വൈദികരത്താണ് വായിക്കുന്നത്, വൈദിക വിദ്യാർത്ഥികളായിരിക്കുന്ന കാലഘട്ടത്തിൽ. അപ്പോൾ ഇവിടെ സെൻ്റ് അഗസ്റ്റിനെ സംബന്ധിച്ച് മാനസാന്തരാനുഭവം ഉണ്ടായി. പുള്ളി ഒരു മദ്യപാനിയായിരുന്നു. അവിഹിത ബന്ധങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. ഈ ഒരു ദൈവവചനമാണ് മാനസാന്തരപ്പെടുത്തിയത് സെൻ്റ് അഗസ്റ്റിനെ എന്നാണ് സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ഈ സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയിലോ നിങ്ങൾ വ്യാപരിക്കരുത് എന്ന വചനം വായിച്ചപ്പോൾ ആ വചനം ഇരുതലവാൾ പോലെ സെൻ്റ് അഗസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുകയും മദ്യപാനവും അവിഹിത വീഴ്ചയും അവിഹിത ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പ്രകാശത്തിൻ്റെ ആയുധം ധരിച്ചുകൊണ്ട്
കർത്താവിന് വേണ്ടി ജീവിച്ച് കർത്താവിന് വേണ്ടി മരിച്ച ഒരു വിശുദ്ധൻ സെൻ്റ് അഗസ്റ്റിൻ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും സുഖലോലുപത. ഇന്ന് പലപ്പോഴും പലരുടെയും ലക്ഷ്യം സുഖലോലുപനായി ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവുമില്ലാതെ കൊണ്ട് സുഖമായിട്ടുള്ള ജീവിതം, സുഖലോലുപതയിലുള്ള ജീവിതം. മറ്റ് പല തോഴന്മാരും തോഴിമാരും ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ കൈ കഴുകിക്കാനും ഭക്ഷണം എടുത്ത് തരാനുമൊക്കെ ആളുണ്ടാകും. വലിയ ജോലിയൊന്നും ചെയ്യണ്ട, സുഖമായിട്ട് നല്ല ഭക്ഷണവും കഴിച്ച് അടിച്ചു പൊളിച്ച് വലിയ ചൂടൊക്കെ അറിയാതെ കൊണ്ട് സന്തോഷകരമായ ജീവിതം നയിക്കാൻ സുഖലോലപനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറ്റപ്പെട്ടിട്ടുണ്ടോ? ഞാൻ അതിനു വേണ്ടിയിട്ടാണോ എൻ്റെ ജീവിതം മാറ്റിവെച്ചിരിക്കുന്നത്? ഇന്ന് പലരും ജീവിതം മാറ്റിവെച്ചതും ജീവിക്കുന്നതും സുഖിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സുഖിക്കുന്നതിന് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ചുകൊണ്ട് ജീവിക്കുന്ന അനേകം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നല്ലൊരു ശതമാനം ആൾക്കാരുടെയും ലക്ഷ്യം അതുതന്നെയാണ്. അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറവുകൾ വന്നു കഴിഞ്ഞാൽ ഉടനെ അവർ പ്രശ്നമുണ്ടാക്കും. വൈദ്യുതി ഇല്ലാതെ വന്നാൽ മതി, AC പ്രവർത്തിക്കാതെ വന്നാൽ, അതല്ലെങ്കിൽ ഫാൻ പ്രവർത്തിക്കാതെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇച്ചിരി വെയിലത്തൂടെ ഒന്ന് നടക്കേണ്ടതായിട്ട് വന്നാൽ 10 അടി നടക്കാൻ പോലും സാധിക്കാതെ കൊണ്ട് ജീവിക്കുന്ന അനേകം വ്യക്തികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു കുടുംബത്തിൽ ഓരോരുത്തർക്കും പ്രത്യേകം വാഹനങ്ങളുമായിട്ട് വാഹനം വാങ്ങിച്ച് കുതിര കൂട്ടിയിട്ടേക്കുന്ന കുടുംബങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. സുഖലോലുപത. ഞാനൊരു സുഖലോലുപനായി ജീവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ജീവിതം നയിക്കുന്ന വ്യക്തിയായി ഞാൻ മാറിയിട്ടുണ്ടോ എന്ന് നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ ആത്മപരിശോധന ചെയ്യാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. സുഖലോലുപതയിൽ ജീവിക്കാതെ പ്രകാശത്തിൻ്റെ മക്കളായി മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്നവരായി മാറണമെന്ന് തിരുവചനത്തിലൂടെ അരുളി ചെയ്ത കർത്താവേ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ ഓരോ കുറവുകളെയും ഓർത്തുകൊണ്ട് അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും അങ്ങയുടെ ആത്മാവിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.